ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരെ കുറിച്ച് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്ന് സുപ്രഭാതത്തിൽ എഴുതിയ ലേഖനം. അറിവിന്റെ ആഴം, വിനയത്തിന്റെ സൗന്ദര്യം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖ്യ കാര്യദർശി ഷെയ്ഖുൽ ജാമിയ കെ ആലിക്കുട്ടി മുസ്ലിയാർ അറിവും വിനയവും ഒത്തിണങ്ങിയ പണ്ഡിതനായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാവൃക്ഷത്തിന്റെ അമരത്തിരുന്നപ്പോഴും ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുടെ ഗുരുവായി ജീവിച്ചപ്പോഴും തികഞ്ഞ വിനയവും അസാധാരണ പക്വതയും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. സമസ്ത എന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയായി സേവനം ചെയ്ത അദ്ദേഹം പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം സംഘടനയുടെ നയനിലപാടുകൾക്ക് കരുത്തും കാവലുമായി നിലകൊണ്ടു. പള്ളിവീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ, പറവണ്ണ KP മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ, ഷേഖുന ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്നിവരുടെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി നിയോഗിക്കപ്പെടുന്നത്. വ്യക്തിപരമായി ദീർഘകാല ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. സംഘടനാ രംഗത്ത് സജീവമായതോടെ അദ്ദേഹവുമായി കൂടുതൽ അടുത്തിടപഴകാൻ എനിക്ക് അവസരം ലഭിച്ചു. കൂടിയാലോചനകളിലും ചർച്ചകളിലും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. വിലപ്പെട്ട ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ദീർഘകാല അനുഭവങ്ങളുടെ പിൻബലമുണ്ടായിരുന്നു. ഷേഖുന ശംസുൽ ഉലമ, കോട്ടുമല ഉസ്താദ് തുടങ്ങിയ മഹാന്മാരോടൊപ്പം പ്രവർത്തിക്കുകയും അവർക്ക് സേവനം ചെയ്യാൻ ഭാഗ്യവും ലഭിച്ച അദ്ദേഹത്തിന് അവരുടെ സംഘടനാ തീരുമാനങ്ങളെക്കുറിച്ചും നയനിലപാടുകളെക്കുറിച്ചും പറയാൻ എന്നും വലിയ ആവേശമായിരുന്നു. കിതാബുകളിൽ വലിയ അവഗാഹം നേടിയ അദ്ദേഹം സ്വപ്രസ്ഥാനത്തിലൂടെ വൈജ്ഞാനിക വ്യക്തിത്വത്തെ വികസിപ്പിച്ചു. കിതാബുകളുടെ സാങ്കേതിക പരിജ്ഞാനത്തോടൊപ്പം അറബി ഭാഷയിലും സാഹിത്യത്തിലും ഇംഗ്ലീഷ് പോലെയുള്ള ഇതര ഭാഷകളിലും വ്യുൽപ്പത്തി നേടി. അതിനാൽ തന്നെ നിരവധി പൊതു ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ടതു മുതൽ ആലിക്കുട്ടി മുസ്ലിയാർ നൽകിയ പിന്തുണയും സഹായവും വളരെ വലുതായിരുന്നു. സമസ്തയുടെ കേന്ദ്ര മുശാവറ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നയപരമായ തീരുമാനം കൈക്കൊള്ളുമ്പോൾ അദ്ദേഹം സ്വീകരിച്ചിരുന്ന കീഴ്വഴക്കങ്ങളും എന്നും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. സമസ്തയുടെ പാരമ്പര്യത്തിലൂന്നി പുതിയ കാലത്ത് ഉൾക്കൊള്ളുന്ന സമീപനം എല്ലാ കാലത്തും സ്വീകരിച്ചു. വലിയൊരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്ന തലക്കനമോ പ്രൗഢിയോ ആരോടും കാണിച്ചില്ല. സങ്കീർണ വിഷയങ്ങളുള്ളപ്പോഴെല്ലാം അവധാനതയോടെ കാര്യങ്ങൾ കേൾക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും അദ്ദേഹത്തിന് സാധിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഐതിഹാസികമായ 100ാം വാർഷികം കാസർഗോഡ് കുണിയയിൽ മാസങ്ങൾക്ക് മുമ്പ് നടന്നപ്പോൾ ഏറെ അവശനായിട്ടും നഗരിയിൽ വരാനും പതാക ഉയർത്തുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാനും അദ്ദേഹം തയ്യാറായി. 100ാം വാർഷിക പ്രചരണത്തിന്റെ ഭാഗമായി കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് നടന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്രയുടെ പതാക കൈമാറ്റത്തിന് സ്വാഗത സംഘം ആലിക്കുട്ടി മുസ്ലിയാരെ തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു. പ്രസ്ഥാനത്തോടും അതിന്റെ ബന്ധുക്കളോടും അദ്ദേഹം കാണിച്ച വാത്സല്യവും സ്നേഹവും അതിരറ്റതായിരുന്നു. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിനെ ജീവനു തുല്യം സ്നേഹിച്ചു. സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും എന്നും സേവന സന്നദ്ധനായിരുന്നു. ജാമിയയുടെ പ്രൗഢിയും പാരമ്പര്യവും നിലനിർത്താൻ എപ്പോഴും മുന്നിൽ നിന്നു. സമസ്ത കേന്ദ്ര മുശാവറ, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്, സമസ്ത ഫത്വ കമ്മിറ്റി തുടങ്ങിയ വിവിധ വേദികളിൽ അദ്ദേഹവുമായി ഒന്നിച്ചിരിക്കാനും സഹപ്രവർത്തനം നടത്താനും സാധിച്ചു. കൂടാതെ കാസർഗോഡ് ഖാസി എന്ന നിലയിൽ അവിടെ വെച്ചും അദ്ദേഹവുമായി ദീർഘകാലം ബന്ധപ്പെടാനും വിവിധ വിഷയങ്ങളിൽ ഇടപെടാനും കഴിഞ്ഞു. അപ്പോഴെല്ലാം അദ്ദേഹം തന്റെ സ്വതസിദ്ധമായ ശൈലിയിലും വിനയത്തോടെയും മാത്രമേ സംവദിക്കാറുള്ളൂ. ഷേഖുന ശംസുൽ ഉലമയുടെ ശിഷ്യനെന്ന നിലയിൽ അദ്ദേഹം എപ്പോഴും അഭിമാനം കൊണ്ടു. ഷേഖുനായുടെ ശിഷ്യന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാ വേദികളിലും വാചാലനായി. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ടായിരുന്നു. അത് നടപ്പാക്കാനും പുതിയ പദ്ധതികളും പരിപാടികളുമായി സംഘടന എന്നും ചലനാത്മകമാകണമെന്നും ആഗ്രഹിച്ചു. ആലിക്കുട്ടി മുസ്ലിയാരുടെ മരണത്തോടെ സമസ്തയുടെ പൈതൃകവും പാരമ്പര്യവും നെഞ്ചേറ്റിയ ഒരു ജീവിതം കൂടി വിട പറഞ്ഞിരിക്കുന്നു. പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണമാണെന്ന വചനം അന്വർത്ഥമാക്കുന്ന രൂപത്തിലാണ് ഓരോ മഹാജീവിതവും അസ്തമിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമാനകരമായ അസ്തിത്വം നിലനിർത്താൻ നമ്മുടെ മുൻഗാമികൾ സഹിച്ച ത്യാഗവും സ്നേഹവും എന്നും ഓർമ്മിക്കുന്നതോടൊപ്പം അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് തലമുറകൾക്ക് മതചൈതന്യം കൈമാറേണ്ടവരാണ് നാമെല്ലാം. يا هلا بجمعنا والخير يجمعنا
في قناة العلم والنور نرتقي لأعلى الأمور. معا في سنة دبيت نرقى نحو النور والثبات لنضيء دروب الحياة في سنة دبيت. نسمو بالحق والبيان في سنة دبيت. سنة دبيت.